പട്ടിയെപ്പോലെ കുറച്ചു ചാടേണ്ട ഒരു വിഭാഗം ആളുകളായിട്ടാണ് നമ്മൾ അഭിഭാഷകരെ കരുതുന്നത്. അവരാണ് ഈ പരിപാടി കാണിക്കുന്നതെന്ന് ഓർക്കണം. ഗവൺമെൻറ് അതിൽ കൂട്ടുനിൽക്കുക. നമസ്കാരം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു ദുരവസ്ഥയെക്കുറിച്ചാണ്. കാരണം വിദ്യാഭ്യാസമുള്ള ആളുകൾ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഓരോ കൊല്ലവും നമ്മുടെ കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇങ്ങനെ ഇപ്പം സമൂഹത്തിൻ്റെ ചിലവിലാണ് ഇവർ ഈ വിദ്യാഭ്യാസം നേടുക. ഒരു ഡോക്ടറാണെങ്കിൽ പോലും, ഒരു അഭിഭാഷകനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ പോലും ഈ സമൂഹമാണ് പ്രധാനപ്പെട്ട. ഇപ്പോൾ ഗവൺമെൻറ് കോളേജിലൊക്കെ പഠിക്കുന്നവരുടെ ചിലവ് വഹിക്കുക. അങ്ങനെ പഠിച്ചു വരുന്ന ആളുകൾ അവർ ആ പ്രൊഫഷനിലേക്ക് കയറുമ്പോൾ നാട്ടുകാരെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ, അത് വളരെ ക്രൂരമായി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നൊരവസ്ഥ നിങ്ങളുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. കാരണം ഇപ്പം നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ നോട്ടറിമാർ. ഇപ്പോൾ സർക്കാരിൻ്റെ പല കാര്യങ്ങൾക്കും നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ രേഖ ഹാജരാക്കാൻ പറയും. അങ്ങനെ ഒന്നല്ലെങ്കിൽ വേറൊരു കാര്യത്തിനൊക്കെ, കണ്ടമാനം കാര്യത്തിന് നമുക്ക് ഈ നോട്ടറിയുടെ അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ നോട്ടറിയുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ ഒക്കെ ആവശ്യമായി വരും. അപ്പോൾ അതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സർക്കാർ നോട്ടറീസ് ആക്ട് ഉണ്ട്. അതിനുവേണ്ടി ഒരു പ്രത്യേക ഡയറക്ഷനുണ്ട്. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നോട്ടറിമാരെ നിയമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിയമിച്ചു കഴിയുമ്പോൾ ആ വ്യവസ്ഥകൾക്ക് വിപരീതമായിട്ട് അവർക്ക് തോന്നിയ പോലെയാണ് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിപരീതമായിട്ട് അവർക്ക് തോന്നിയ പോലെയാണ് ആളെ കണ്ടിട്ടാണ് ഫീസ് മേടിക്കുക. വളരെ കർശനമായ നിയമമുണ്ട്. അതായത് ഒരു നോട്ടറിയുടെ ഓഫീസിൽ വ്യക്തമായ ഒരു ബോർഡ് വെക്കണം അവരുടെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച്. സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ചുള്ള ഓരോരോ സേവനങ്ങൾക്കുള്ള ഫീസ് എന്താണെന്നുള്ളതിൻ്റെ ബോർഡ് വെക്കണം. ഞാൻ ഈ കേരളം മുഴുവൻ നടന്നിട്ടുള്ള ഒരാളാണ്. നമ്മുടെ പല സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരിടത്തും ഇങ്ങനൊരു ബോർഡ് കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഈ പലവിധ സേവനങ്ങളും നോട്ടറിമാർ വാങ്ങിക്കുമ്പോൾ ആ വാങ്ങിക്കുന്ന പൈസയ്ക്ക് റെസീറ്റ് കൊടുക്കണമെന്നാണ്. അത് ഈ നോട്ടറിമാരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ വർഷം തോറും പരിശോധന നടത്താറുണ്ട്. അവരാരും ഇതേവരെ ഇങ്ങനെയുള്ള വൃത്തികേട്, സമൂഹത്തിനെതിരായിട്ടുള്ള ഇങ്ങനെയുള്ള ചൂഷണം പൊക്കിക്കൊണ്ട് വരികയോ അല്ലെങ്കിൽ നോട്ട് ചെയ്യുകയോ അവർക്ക് നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല. ഇത് സംബന്ധിച്ച് സഹി കെട്ടിട്ട് 2023 ഡിസംബറിൽ ഞാൻ വിജിലൻസിൻ്റെ ഡയറക്ടർക്ക് ഒരു പരാതി കൊടുത്തു. അതായത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഫീസ് വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അഴിമതിയുടെ ഗണത്തിൽ വരേണ്ടതാണ്. വിജിലൻസിന് നടപടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു 100 രൂപ അല്ലെങ്കിൽ 50 രൂപ ഫീസ് വാങ്ങിക്കേണ്ടടുത്ത് 2000 3000 ഒക്കെയാണ് ഇവർ ഫീസ് വാങ്ങിക്കുക. സൗകര്യം പോലെ, ചിലയിടത്ത് 500 മേടിക്കും, സൗകര്യം പോലെയാണ്. അല്ലാതെ ഒരു നിശ്ചിത ഫീസൊന്നുമില്ല. ആളെ കണ്ടും അവരുടെ അത്യാവശ്യം അനുസരിച്ചിട്ടൊക്കെയാണ് ഇവർ ഫീസ് വാങ്ങിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് സമൂഹത്തിൽ നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് നമ്മുടെ പൗരന്മാർക്കുള്ള അവകാശങ്ങൾ എവിടെയെങ്കിലും ധ്വംസിക്കുമ്പോൾ പട്ടിയെപ്പോലെ കുറച്ചു ചാടേണ്ട ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് ചാടേണ്ട ഒരു വിഭാഗം ആളുകളായിട്ടാണ് നമ്മൾ അഭിഭാഷകരെ നമ്മൾ കരുതുന്നത് അല്ലെങ്കിൽ വിഭാവനം ചെയ്യുന്നത്. അവരാണ് ഈ പരിപാടി കാണിക്കുന്നതെന്ന് ഓർക്കണം. ഒന്നാലോചിച്ച് നോക്കിയേ. ഗവൺമെൻറ് അതിൽ കൂട്ടുനിൽക്കുക. ഞാൻ ഒരു വർഷം മുമ്പ്, അതായത് ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് കൊടുത്ത പരാതിയിൽ
വിജിലൻസ് ഡയറക്ടർ അതിനെപ്പറ്റി ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം തരാൻ വേണ്ടി നിയമവകുപ്പിലേക്ക് കൊടുത്തിരിക്കുക. നിയമവകുപ്പിൽ നിന്ന് ഇതുവരെ ഒരു മറുപടി വിജിലൻസിന് കിട്ടിയിട്ടില്ല. ഇതിന് മാത്രം ആലോചിക്കാൻ, അതായത് ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ വ്യാപകമായ രീതിയിൽ ചൂഷണം നടത്തുന്നു. നിങ്ങൾ ഏത് നോട്ടറി ഓഫീസിൽ പോയാലും കാണാം, ഒരു ബോർഡും അവിടെ ഇല്ല, ആരും ഒട്ടും രസീറ്റും കൊടുക്കത്തില്ല. ഇനി എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഈ മൂല്യങ്ങൾ പാലിക്കണം എന്ന് കരുതുന്ന ആളുകളൊക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. നമ്മൾ പരാതി കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ജനങ്ങളത് ഏറ്റെടുക്കണം. നിങ്ങൾക്ക് ജീവിതത്തിൽ പല 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 കാര്യങ്ങൾക്ക് വേണ്ടി നോട്ടറിമാരെ സമീപിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ഫീസ് എത്രയാണെങ്കിൽ അത് രസീറ്റ് തരാൻ പറയണം. അതുപോലെ തന്നെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഒരു ഫോട്ടോ എടുത്ത് പിന്നെ ലോ ഡിപ്പാർട്ട്മെൻറ്റിന്, ലോ സെക്രട്ടറിക്ക് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിജിലൻസിന് കൊടുക്കുക. ഇത് വളരെ വ്യാപകമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നന്നായിട്ട് അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു രീതിയിലുള്ള ഒരു ഫോളോ അപ്പ് ഉണ്ടാകുകയാണെങ്കിൽ ഈ വിധത്തിലുള്ള ചൂഷണങ്ങൾ ഇല്ലാതാകും. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവിധ ശ്രമവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമവകുപ്പ് സെക്രട്ടറിക്ക് കൊടുക്കുകയും അദ്ദേഹത്തിന് ശ്രദ്ധയപ്പെടുത്തുകയും വേണം. നമ്മൾ കൂട്ടായ ഒരു യജ്ഞം നടത്തിയെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള ചൂഷണം സമൂഹത്തിൽ ഇല്ലാതാകുള്ളൂ. അത് ഈ ചൂഷണം ചെയ്യുന്നവരുടെ ഒരു ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സമൂഹത്തിൽ വിദ്യാഭ്യാസമുള്ളവരും സമൂഹത്തിൽ വിദ്യാഭ്യാസമുള്ള ആ ഒരു ആളുകളെന്ന നിലയിൽ ജനങ്ങളെ സഹായിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്. അത് തീർച്ചയായിട്ടും ചെയ്യണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.